എന്നാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു അഹങ്കാരമേ പഠിപ്പിക്കുന്ന സാറിനെ അടിക്കാൻ കൊട്ടേഷൻ തരുന്നു. എടാ പഠിക്കേണ്ട സമയത്ത് സാറിനെ അടിക്കാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും പൈലുകൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എല്ലാ തൊട്ടി സാറന്മാർക്കും വേണ്ടി നമ്മൾ ഈ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതൊക്കെ ഈ കാസർഗോഡുള്ള നീ എന്തിനാ തല്ലാൻ വരുമ്പോ തിരുവനന്തപുരം സ്ലാങ് പിടിക്കുന്നത്? എടാ ഞാൻ ഈ അടിയിട വന്നിട്ട് മോനെ നമുക്ക് ഇടിച്ച് പൊളിക്കാം. മുത്തേ മാസുണ്ടാ വാടാ, നമുക്ക് ഈ വാളി പാലിനെ അടിച്ച് നൂത്തട്ട് പോവാ. മാസു അതാണ് ഇജ്ജിബാ. ആരാ? കണാകരൻ മാഷ്. കണാകുണാ മാഷ. കണാകരൻ മാഷ്. നീ ആ 98 ബാച്ചിലെ 8Cയിലെ അബ്ജിത്ത് അല്ലേ? ഞാൻ അഭിജിത്താ, ഞാൻ കാസർഗോഡുള്ള കുമിളു ഇല്ലേടാ. എന്തിനാണ്ടാ കണാകുണേ? പിള്ളേർക്ക് ഡിമ്പോസിഷൻ കൊടുക്കാതെ തനിക്ക് ഉറക്കം വരൂല. ഞാൻ നന്നായി ഉറങ്ങാറുണ്ട്. നീ ഇനി ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ കയറി പോരുത് പായല. അതെന്താ? നിനക്ക് പനി. സാറിന്റെ പിള്ളേരുടെ വക ഒരു കൊട്ടേഷൻ, ഒരാഴ്ച സ്കൂളിൽ കാണരുതെന്ന്. ബുദ്ധിമുട്ടാണെ പറഞ്ഞാൽ നിന്റെ കാലും കൈ ഓടിച്ചങ്ങ് ഇട്ടേക്കാം. അഭിജിത്ത് സി പ്രസന്റ് സാർ. കൺഫോം. അയ്യോ തൂക്കി സാറെ PSC ഇടയ്ക്ക് വെറുതെ നിൽക്കുന്ന ഗുണ്ടാപ്പണിക്ക് ഇറങ്ങിയതാ പാർട്ട് ടൈം ആയിട്ട്. വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ കവിതയുടെ പേരെന്താ? ചക്ക. ചക്കയല്ല, കൊട്ടത്തേങ്ങ. കൊട്ടത്തേങ്ങ എനിക്കറിയാം. വൈലോപ്പള്ളി വലിയ പുള്ളിയാ. തിരുവനന്തപുരം ട്യൂഷൻ സെന്റർ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്താണ് പറയുന്നത്? ഞാനങ്ങ് കാസർഗോഡ് ചുമ്മാ ബേജാറൊക്കെ. കാസർഗോഡ് വിമല ട്യൂഷൻ സെന്റർ. നമ്മ എറണാകുളത്തോട് പടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി സാറേ. എടാ ഇവ ഏത് ജില്ല ജനിച്ചവനാണ് അവൻ? സത്യം പറഞ്ഞ ഞാൻ ഇവിടെ ട്യൂഷന് ഇറക്കാൻ വന്നവനെ. ആ അത് നന്നായി. ഏത് സാഹചര്യത്തിലും പഠനം അത്യുത്തമ. സാറേ ഞാൻ അവനെ വൈകിട്ട് വന്ന് വിളിക്കാം. ചുമ്മാ അല്ല പിള്ളേര് കൊട്ട. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ? SSLC പാസ്സായ അവന്റെ കല്യാണമായിരുന്നു. എടാ പണ്ടി കയ്യിരുന്ന് പെടുത്ത ചെറുക്കനാ. അയ്യോ അതാരോടും പറയല്ലേ. എന്തിപ്പോ പെടുക്കാറില്ലേ? കയ്യിലിരുന്ന് പെടുക്കാറില്ല. ആളിച്ചിരി ഇൻട്രോവേർട്ടാണ്. ഇവിടെ കുറച്ച് ചോറ് പപ്പടം കിട്ടിയില്ല. അകത്താര കാറ്ററിംഗ് നടത്തുന്നേ? അയ്യോ കാറ്ററിംഗ് അല്ല, എന്റെ പുത്രനാ. ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് ചൊരണ്ടി തിന്നാ. മോൻ ചോറ് തിന്നുമല്ലേ? അയ്യോ തിന്നു അന്ന് പറയല്ലേ. ചോറും കലത്തി തലയിട്ടിരിക്കുക. പെണ്ണവിടെ ഉള്ള? പെണ്ണിന്റെ വീട്ടില്. കൂനംപോയിക്കുളത്താ വീട്. കാണാൻ ലഡ്ഡു പോലെ ഇരിക്കുക. എന്താ കവള തുണക്കം മുന്തിരി ഉണ്ടാ? പാപ്പ എനിക്ക് ലഡു തരട്ടാ രണ്ടെണ്ണം അങ്ങ്. നിന്റെ മൂത്തവന്റെ കല്യാണത്തിൽ യവനെ കണ്ടില്ലല്ലേ? അതിന് മണ്ഡപത്തിൽ ഇവൻ വേണ്ടേ? കല്യാണത്തിന് നടന്ന 4 പന്തിയുടെ ഫോട്ടോയിൽ ഇവന്റെ തലയുണ്ട്. അതിന് മന്തി ഇല്ലായിരുന്നല്ലേ? മന്തി അല്ലടാ പന്നി, പന്തി. എന്റെ മോന്റെ കല്യാണമാണ്. ആ കല്യാണത്തിന് കുണാഫ കാണുവോ? നിന്റെ കുണ്ണാഫ എന്റെ കയ്യിലാണ്. കുണ്ണാഫ ഇല്ലാതെ അവൻ കെട്ടാൻ നടക്കും. ഇങ്ങനെ കള്ളച്ചോറ് കഴിച്ചാൽ മതിയോ കല്യാണം കഴിക്കണ്ടേ? അപ്പുറത്തെ ഷാജി വലിയ പെരുന്നാളിൽ ഒരു പോത്തിനെ കൊടുക്കുന്നു. ഞാൻ ഈ പോത്തിനെ കൊടുത്താലോ എന്ന് ആലോചിക്കുക. മകന്റെ തീറ്റയ്ക്ക് കണക്ക് പറയല്ലോ. അയ്യോ കണക്കില്ല, കയ്യും കണക്കും ഇല്ല. നീ തിന്ന് മുടിപ്പിച്ചതിന്. പാവോടാ, അവനാ കലത്തിൽ തലയിട്ട് കരയുമായിരിക്കും. പാപ്പ ഫ്രിഡ്ജിൽ ഇരുന്ന ബ്രെഡ് തീർന്ന. ആ കലത്തിൽ തലയിട്ട് കൊല്ലടാവൻ. നീ ഒരു കാര്യം ചെയ്യ, അവിടെ കല്യാണം വിളിക്കണ്ട. നിനക്ക് അത്ര ചെലവ് കുറഞ്ഞു കിട്ടും. പോ പോ പോ. എല്ലാരും ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഇപ്പൊ പറയും. സത്യം പറഞ്ഞ ഇപ്പൊ മലയാള സിനിമയിൽ നല്ല നടന്മാരുടെ കുറവുണ്ട്. എങ്ങനാ ഇവിടെ കിടക്കൂല്ലേ? കിടക്കുന്ന തന്നെ നല്ലത്. കേട്ടാ? വീട്ടിലിപ്പോ ആകെ പ്രശ്നമാണ്. വല്യച്ഛന്റെ ഭാര്യ ഒളിച്ചോടി പോയി. എന്നിട്ട് വല്യച്ഛൻ തിരക്കില്ലേ? പുള്ളിക്ക് തന്നെ ഭയങ്കര തിരക്കല്ലേ. ഭാര്യ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാ പുള്ളി അറിഞ്ഞത്. അത്രയ്ക്ക് തിരക്കാ. അതെന്തൊരു തിരക്കത്? അവസ്ഥയില്ലേ? കോമഡി തന്നെ. നിന്റെ അച്ഛൻ മൺചട്ടി തല വീണ് മരിച്ച്. അറിഞ്ഞായിരുന്നു. എന്താ നമ്മൾ പറഞ്ഞ റെസ്പോണ്ട് ചെയ്യാത്ത? ഈ 1 സെക്കൻഡ് വൈകി എന്റെ മിന്നൽ കരയും. എടാ ഈ ജോലി കൂലില്ലാത്തവനൊക്കെ എന്തിനാ പ്രേമിക്കാൻ നടക്കുന്നത്? ജോലി കിട്ടും. എങ്ങനെ? ഇൻവൈസർ ലേണിംഗ് ഹബ് വഴി. എന്നുവെച്ചാ അവര് ഡിഗ്രി കഴിഞ്ഞ് ജോലി കിട്ടാത്തവർക്ക് അവരുടെ ഫസ്റ്റ് കരിയർ പ്രോഗ്രാമിലൂടെ ലൈവ് കൺസൾട്ടിംഗ് പ്രോഗ്രാംസിൽ വർക്ക് ചെയ്യാൻ പറ്റും. ആണോ? പിന്നെ ജോബ് ഇന്റർവ്യൂസിന്റെ സ്കില്ല് കൂട്ടാൻ മോക്ക് ഇന്റർവ്യൂസ്, ആക്സിഡന്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അതുപോലെ 900 ദിവസത്തിനുള്ളിൽ അവരുടെ 350 പരം കാൻഡിഡേറ്റ്സിനെ ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനിയിൽ പ്ലേസ്മെന്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളെ കരിയർ ഫിനാൻസിലാണെങ്കിലും ടെക്കിലാണെങ്കിലും അവർ ഫുൾ സെറ്റ് ചെയ്തോളൂ. പോരാത്തിന് അവർ ടെക്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല ഈ ലൊക്കേഷൻ എവിടെ? ഇൻഫോ പാർക്കിൽ. ആ ഫോണൊന്ന് തരൂ. ഇന്ന് മഴയാണെങ്കിൽ ഇവിടെ മിന്നലില്ല. എന്താണെന്ന് അറിയുമോ? കാരണം മിന്നൽ എന്റെ കൂടെ ഇരുന്ന് ചാറ്റ് ചെയ്യല്ലേ. പോടാ പിന്നല്ലേ, പോടാ പിടിപ്പോ.